ഹലോ, അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങൾ ചെറിയൊരു ഊട്ടി ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഊട്ടി അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡ്രൈവറായിട്ടുള്ളത് വേറെ ആരുമൊന്നുമല്ല, ഉപ്പൻ്റെ അനിയൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ അമ്നൂട്ടനൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട്. എല്ലാവർക്കും റബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഊട്ടി ട്രിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പ്. അപ്പോൾ ഗൈസ്, ഇവിടെ കുരങ്ങുകളൊക്കെ കണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് നോക്കി കണ്ടോ? നല്ല തണുപ്പുണ്ട്. ഇന്ന് രാവിലെ അപ്പൊ നമുക്ക് നേരെ അടുത്ത വീഡിയോ. അപ്പൊ ഇവിടെ ഒരു കുരങ്ങൻ നിൽക്കുന്ന ഉപ്പയും ഉമ്മയും ഷാനുലൊക്കെ ആണ് കേട്ടോ നടക്കുന്നത്. ഇപ്പോഴൊക്കെ അമ്നു ആണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവനാണ് വീഡിയോ ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നതൊക്കെ അതിനിടയിൽ കേട്ടോ. അതല്ലേ ഞങ്ങള് ആദ്യം പറഞ്ഞേ. ഊട്ടി എത്തിക്കണം ഗൈസ്. ഇതിൻ്റെ ചപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പൻ്റെ ഒരു അനിയനാണ്. അങ്ങനെ ചപ്പാന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇപ്പം ഇനി ഞങ്ങൾ ഇവിടെ ടീ ഫാക്ടറി ഉണ്ടല്ലോ, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും കയ്യിൽ ഇതുപോലത്തെ ഒരു ടാഗ് കെട്ടണം. ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കയറുന്ന എല്ലാവരും ഇത് ഒട്ടിക്കണം. അപ്പോൾ അതൊക്കെ കയ്യിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് ചോക്ലേറ്റിൻ്റെ ഫാക്ടറിയും അതുപോലെ തന്നെ ടീ ഫാക്ടറിയും കൂടെ ആണ് കേട്ടോ. ഇതിലൂടെയാണ് അങ്ങോട്ട് ഉള്ളിലേക്ക്. അവിടെ ഭയങ്കരമായിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടുന്ന് ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. ആദ്യം ഞങ്ങളൊക്കെ അറിഞ്ഞത് 10 രൂപയാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ആണ് ടിക്കറ്റ് എടുക്കുമ്പോൾ പറഞ്ഞു ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ 30 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു.
ചായപ്പൊടി ആയത് നമ്മൾ ഇട്ടെടുത്തല്ല അതാ ചായ സ്പഞ്ച് ലാസ്റ്റ് കട്ട് ചെയ്ത് എല്ലാം which applies as it gains high moisture content in the process. The tea leaves are rolled twice and dried twice, post which the stalk and flaky tea leaves are removed and packed. If you're a health or fitness enthusiast, green tea will be a great gift to you as it contains a calcium called epic by passing white tea. Post steaming, the tea leaves are rolled, fermented and dried at 110 degrees Celsius. If you would like green tea to taste richer than an option, you can go for oolong tea, which gives a typical floral taste that contains of green tea. White tea. Young levels with fine white hair are called as white tea. These are unfolded leaves for the newest growth of tea in a plant. White tea is the minimally oxidized variety of tea and contains less caffeine compared to the other varieties. It was only the emperor's drink in China because of its delicate, rare and beautiful aroma. White tea is plucked and sun-dried with utmost care and passion. It contains a higher number of antioxidants. ഹായ് ഗേസ്, പലതരം ചായപ്പൊടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്, നല്ല മുന്തിയ സാധനമാണ്, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഉഷാറായിട്ട് തലവേദന ഒക്കെ പോയിട്ടുണ്ട്. എല്ലാ ഫ്ലേവറിലും ചായപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാല ചായ ഉണ്ട്, അതുപോലെ നമ്മളെ നോർമൽ ചായ, അതുപോലെ ഏലക്ക, അങ്ങനെ എല്ലാ ഫ്ലേവറിലും ഉണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചത് സാധാ നോർമൽ ചായപ്പൊടിയാണ്. നിങ്ങളൊക്കെ മേടിച്ചത് അത് തന്നെയാണ്. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ ചോക്ലേറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള ചോക്ലേറ്റ് ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളെ ഊട്ടി ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു വിശേഷം. പിന്നെ അവിടെ നിന്നോ ആ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഈ ഗാർഡൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല, ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. അവിടേക്ക് പോകുമ്പോഴൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല ഫുള്ള് നല്ല സെറ്റപ്പിൽ പോകണം അങ്ങോട്ടേക്ക്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അങ്ങനെ വെറുതെ ഞങ്ങൾ അതുവരെ പോയിന്ന് മാത്രം, അതിൻ്റെ അവിടേക്ക് കയറാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഒരു ട്രിപ്പിൻ്റെ ചെറിയൊരു വിശേഷം. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.